വാർത്തകൾ തുടരുന്നു. മകളോട് മോശമായി സംസാരിച്ചത് ചോദ്യം ചെയ്ത പിതാവിന് മദ്യപ സംഘത്തിന്റെ മർദ്ദനമേറ്റതിന് പിന്നാലെ പിതാവ് തൂങ്ങി മരിച്ചു. ആയൂർ സ്വദേശി അജയകുമാറാണ് ആത്മഹത്യ ചെയ്തത്. മകളെ ട്യൂട്ടോറിയിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് വീടിൻ്റെ അയലോക്കത്ത് വെച്ച് വരുന്ന വഴിയിൽ വെച്ച് മദ്യപാന സംഘം പള്ളു പറഞ്ഞ് കൊച്ചിനെ കളിയാക്കി. അത് വീട്ടിൽ വന്നിട്ട് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ അവർ മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. മർദ്ദിച്ച് അവശനാക്കി കണ്ണിൻ്റെ മുഖം മൊത്തം അടിച്ച് ശരിക്ക് വളയിട്ടാണ് അടിച്ചത്. വീട്ടിൽ വന്ന് മിണ്ടാതെ റൂമിൽ കയറി കിടന്ന് പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്നാണ് ഇതിൻ്റെ മനം നൊന്താണ് അനിയൻ ആത്മഹത്യ ചെയ്യാൻ കാരണം. ഷാനോസ് ഡേവിഡ് വിവരങ്ങൾ പങ്കുവെക്കും. ഷാനോസ്, എന്താണ് സംഭവിച്ചത്? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്തെ, 18-ാം തീയതി രാത്രിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. മരണമല്ല. ഈ മകളുടെ ട്യൂഷൻ കഴിഞ്ഞ് മകളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് 4ഓളം വരുന്ന മദ്യപ സംഘം അവിടെ ഇരുന്നുകൊണ്ട് ഈ കുട്ടിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന പിതാവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പിതാവ് മകളെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം ഈ തിരിച്ച് മദ്യപരുടെ അടുത്തേക്ക് വന്ന് അവരെ ചോദ്യം ചെയ്യുന്നു. ഈ സമയത്ത് മദ്യപ സംഘം ഈ പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ ഉടുമുണ്ടടക്കം അഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. ഈ മർദ്ദനമേറ്റ് നല്ല രീതിയിൽ മർദ്ദനമേറ്റ് ഇയാള് തിരിച്ച് വീട്ടിൽ ചെല്ലുന്നു. പിറ്റേന്ന്, അതായത് 19-ാം തീയതി വൈകുന്നേരമാണ് ഇദ്ദേഹത്തെ വീട്ടില് തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. മദ്യപരുടെ ഈ മർദ്ദനത്തിനെ തുടർന്ന് മനം നൊന്താണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നാണ് കുടുംബം പറയുന്നത്. ഈ കുടുംബം കൊല്ലം ആയൂരാണ് ഇവരുടെ സ്ഥലം. ഇവര് പോലീസിൽ ചടയമംഗലം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസ് അന്വേഷിക്കുന്ന ശേഷം ഇതിനെല്ലാം സാഹചര്യം പരിശോധിച്ച ശേഷം നടപടിയെടുക്കുന്നതാണ് പോലീസ് പറയുന്നത്. ഈ ആത്മഹത്യ സംബന്ധിച്ച് അസ്വാഭാവിക മരണത്തിന് പോലീസ് നിലവിൽ കേസെടുക്കുന്നുണ്ട്. നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്, ഈ അജയകുമാറിന്റെ മരണത്തിൽ ഈ മദ്യപ സംഘത്തിനുള്ള പങ്ക് അല്ലെങ്കിൽ അവർ ആക്രമിച്ചത് മൂലമാണോ, അത്തരമൊരു മനം നൊന്താണോ ആത്മഹത്യ എന്നതടക്കം വിശദമായ പരിശോധന നടത്തിയ ശേഷം കേസ് എടുക്കും. അങ്ങനെ ഒരു നിയമ നടപടി കടക്കും എന്നാണ് പോലീസ് പറയുന്നത്.